നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഐ എം എൻ ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. ധാരാളം ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, രാവിലെ നമ്മൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കാലിങ്ങനെ നിലത്ത് കുത്തുന്ന സമയത്ത് നല്ലൊരു മുറുകി പിടിക്കുന്നത് പോലെ വേദന, പുറ്റിയിൽ അതിസഹനീയമായിട്ടുള്ളൊരു വേദന, നടക്കാൻ പറ്റുന്നില്ലെന്നൊരു പ്രശ്നങ്ങൾ. കുറേ ആൾക്കാർക്ക് കാണാൻ പറ്റും, കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ കാലിങ്ങനെ നിലത്ത് കുത്താൻ പറ്റാത്ത പോലെ, നടക്കാൻ പറ്റാത്ത പോലെയൊക്കെയുള്ളൊരു കാര്യം. ഇതിന് നമ്മൾ പ്ലാന്റർ ഫെസൈറ്റീസ് എന്നാണ് നമ്മൾ പറയുക. ഇതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ ഒരു ടിഷ്യൂ ഉണ്ട്. ആ ഒരു ടിഷ്യൂവിൽ പല കാരണങ്ങൾ കൊണ്ട്, കൂടുതൽ നേരം നിൽക്കുന്നത് കൊണ്ട്, കൂടുതൽ നേരം ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പല ഇഞ്ചുറി പറ്റിയിട്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇവിടെ ഒരു നീർക്കെട്ട് വരും. ആ നീർക്കെട്ട് വരുമ്പോഴാണ് നമ്മളിങ്ങനെ ഈ കാല് കുത്തുന്ന സമയത്ത് നമുക്ക് നല്ലൊരു വേദന ഉണ്ടാകുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ പ്ലാന്റർ ഫെസൈറ്റീസ് എന്ന് പറയുക. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് ആണ് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. 3 എക്സസൈസ് ഇവിടെ പറയുന്നുണ്ട്. ആ 3 എക്സസൈസും അതുപോലെ തന്നെ ഒരു ആസനം, ലാസ്റ്റ് ഒരു ആസനവും പറയുന്നുണ്ട്. ഇതിൽ ഏത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലും എഫക്റ്റ് ആയിട്ട് കിട്ടുന്നത്, ഏതിലൂടെയാണ് നിങ്ങൾക്ക് വേദന നന്നായിട്ട് കുറയുന്നത് എന്ന് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഉണ്ടാവും ചിലവർക്ക് റിസൾട്ട് കിട്ടും, ചിലവർക്ക് റിസൾട്ട് കിട്ടില്ല എന്നൊക്കെ പലർക്കും വിചാരിച്ചിട്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിലീഫായിരിക്കും നിങ്ങൾക്ക് ആ വേദനയെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു എക്സസൈസ് പറയുന്നതിന് മുന്നേറ്റ് എനിക്ക് ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു ഉപ്പുറ്റിയിൽ ഉണ്ടാകുന്ന വേദന പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകും. ഒന്നാമത്തെ ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഹൈ യൂറിക് ആസിഡിൻ്റെ ലെവൽ നന്നായിട്ട് കൂടുമ്പോഴും നമ്മുടെ ഉപ്പുറ്റിയിൽ നല്ലൊരു വേദന ഉണ്ടാകും. കാരണം ഈ യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽ ഫോമൊക്കെ നമ്മുടെ ഉപ്പുറ്റിയുടെ ഭാഗത്ത് ഇങ്ങനെ സെറ്റിലാകും. ആ ഒരു സമയത്ത് നമ്മൾ കാലിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്തും അതുമൂലം നമുക്ക് വേദന ഉണ്ടാകും. അപ്പം ഇതുകൊണ്ടാണ്, നമുക്ക് യൂറിക് ആസിഡ് കൊണ്ടാണ് ഈ വേദന എങ്കിൽ നിങ്ങൾ എക്സസൈസ് മാത്രം ചെയ്തുകൊണ്ട് യാതൊരു നിങ്ങൾക്ക് റിസൾട്ടും കിട്ടാനൊന്നും പോകുന്നില്ല. നിങ്ങൾ അതിനനുസരിച്ചുള്ള ഭക്ഷണത്തിൽ നല്ലതായിട്ട് മാറ്റങ്ങൾ വരുത്തുക. ഹൈ യൂറിക് ആസിഡ് ആണെങ്കിൽ അതിന് നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ എടുത്തതിന് ശേഷം നിങ്ങളൊരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ഞാനിവിടെ എൻ്റെ ചാനലിൽ തന്നെ ഈ ഒരു വീഡിയോ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെമഡി കൂടി ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ടാണ് അതിൽ കൂടി നിങ്ങൾക്ക് കിട്ടുക. മറ്റു കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഇഞ്ചുറി പോലെയുള്ള കാര്യങ്ങൾ വരികയാണ്, നിങ്ങൾ എപ്പോഴും നന്നായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, നന്നായിട്ട് വെയിറ്റ് നന്നായിട്ട് കൂടിയിട്ട് ഫുൾ ലോഡ് നമ്മുടെ കാലിൻ്റെ പാദങ്ങളിലേക്ക് പോകുന്നവരാണ്, ഏജ് ഫാക്ടർ കൊണ്ടും അക്കിലസ് ടെൻഡൻ എന്നീ പറയുന്ന പല കാരണങ്ങൾ കൊണ്ടും ഉപ്പുറ്റിയിൽ വേദന ഉണ്ടാകാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എക്സസൈസിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതേപോലെ ചുമരിന് നേരെയായിട്ട് നിങ്ങളിങ്ങനെ നിവർന്ന് നിൽക്കുക. ശേഷം നമ്മുടെ കാലിൻ്റെ പാദങ്ങൾ, ആ വിരലുകൾ നമ്മൾ ഈ ചുമരിൽ ഇങ്ങനെ ഇതേപോലെ പ്രസ് ചെയ്ത് വെച്ചിട്ട് കുറച്ചൊന്ന് പ്രഷർ കൊടുക്കുക. ശേഷം നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഭാഗം ചുമരിൻ്റെ മുന്നിലേക്കായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആയാൻ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാലോ കാലിൻ്റെ മുട്ടോ വളയാനായിട്ട് പാടില്ല. നിവർന്ന് തന്നെ നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ പ്രഷർ കൊടുക്കണം. നിങ്ങൾക്ക് എത്രത്തോളം പ്രഷർ കൊടുക്കാൻ പറ്റുന്നു അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കാഫ് മസിൽസിൻ്റെ അവിടെ നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് മുറുകുന്നത് പോലെ നമുക്കൊരു ഫീലിംഗ് വരും. നിങ്ങളൊരു 10 മുതൽ 15 കൗണ്ട് വരെ ചെയ്യുക. നിങ്ങളിങ്ങനെ എണ്ണുക, 1 2 3 അങ്ങനെ ഒരു 10 മുതൽ 15 കൗണ്ട് വരെ നിങ്ങൾ എണ്ണുക. കുറച്ചും കൂടി കൂട്ടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ശേഷം നമ്മുടെ 10-15 കൗണ്ട് നിങ്ങൾ നോക്കിയതിന് ശേഷം ആ കാല് പതുക്കെ ഫ്രീ ആക്കുക. എന്നിട്ട് മറ്റേ കാലും സെയിം പ്രോസസ്സിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇത് ഒരു 3 അല്ലെങ്കിൽ 4 5 വട്ടം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തും കൂടി 2 കാലുകളിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു കാലിൽ മാത്രം ചെയ്യരുത് വേദന, ഈ കാലിലാന്ന് വെച്ചിട്ട് ഈ കാലിൽ മാത്രം നിങ്ങൾ ചെയ്യരുത്. 2 കാലിലും ഒരേപോലെ നിങ്ങൾ ചെയ്താൽ മാത്രമേ മറ്റേ കാലിലേക്ക് ഒരു വേദന സ്പ്രെഡ് ചെയ്യാതിരിക്കുള്ളൂ. രണ്ടാമത്തെ ഒരു എക്സസൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ നമ്മൾ മുട്ടിങ്ങനെ മടക്കിയിട്ട് പാദങ്ങൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെക്കുക. അതിന് ശേഷം ഉപ്പുറ്റിയുടെ മുകളിലായിട്ട് ആ ഭാഗത്ത് നമ്മളിങ്ങനെ ഇരിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ മുട്ടിൽ വേദന എടുക്കുകയാണ് അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ചെറിയൊരു തലോണ പോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ആ പിന്നിലത്തെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് സപ്പോർട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് എത്ര നേരം ചെയ്യണം നോക്കിക്കഴിഞ്ഞാൽ സെയിം നമ്മളൊരു 10 മുതൽ 15 കൗണ്ട് വരെ നമ്മൾ നോക്കുക. കുറച്ച് സമയം കൂട്ടി നമുക്ക് പതുക്കെ ഇൻക്രീസ് ചെയ്യാം. പക്ഷെ ആദ്യം നിങ്ങളൊരു 10-15 മിനിറ്റ് 10-15 കൗണ്ട് നിങ്ങൾ ഇരിക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഒരു 3 വട്ടം 3-4 വട്ടമൊക്കെ റിപ്പീറ്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ കാലുകളിൽ ഉണ്ടാകുന്ന മുറുക്കത്തിന് മാറ്റാനായിട്ട് ചെയ്യുന്ന 2 എക്സസൈസ്. ഇപ്പോൾ പലർക്കും ഉണ്ടാകും ഇത് ചെയ്തിട്ടും വലിയൊരു മാറ്റം വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 3-ാമത്തെ 4-ാമത്തെ കാര്യം ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് നമ്മളൊരു മസിൽ റിലാക്സ് ചെയ്യുന്നൊരു കാര്യമാണ്. അതിനായിട്ട് നമ്മൾ കാലിൻ്റെ ഈ പാദങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മുന്നോട്ടേക്കും പിന്നോട്ടേക്കും ഇങ്ങനെ വളച്ചു കൊടുക്കുക. ഇത് എത്ര വട്ടം ചെയ്യണം നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 30 കൗണ്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 30 കൗണ്ട് എന്നുള്ളത് പതുക്കെ നമുക്ക് കൂട്ടുകയും ചെയ്യാം. പക്ഷേ ഇനീഷ്യലി ആദ്യമായിട്ട് നമ്മളൊരു 30 കൗണ്ടോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം.
പിന്നെ പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടി ഒരു 3, 4, 5 വട്ടം റിപ്പീറ്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഒരു കാലിലല്ല, 2 കാലിലും നിങ്ങളിത് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. അവസാനമായിട്ട് ഈ 3 എക്സസൈസിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു ആസനമാണ് വജ്രാസനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആസനം എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിനെയൊക്കെ നന്നായിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതിനായിട്ട് സിംപിളി നമ്മൾ ഈ ഒരു പോസ്ചറിൽ പാദങ്ങളൊക്കെ നിവർത്തി നമ്മളിങ്ങനെ മെല്ലെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം നിങ്ങൾ 1 മിനിറ്റ് മുതൽ 2 മിനിറ്റോ 3 മിനിറ്റോ നിങ്ങൾ എത്രത്തോളം പറ്റുന്നു നിങ്ങൾക്ക് അത്രയും നേരം നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുട്ടിൽ വേദന എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പില്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് സപ്പോർട്ട് കൊടുത്തിട്ടും കാലിൻ്റെ മിഡിലായിട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് ഇരിക്കാവുന്നതുമാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ഈ 4 എക്സസൈസ് ആണ് നമ്മുടെ ഉപ്പുറ്റി വേദനയ്ക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ദിവസത്തിൽ നിങ്ങൾ 2 പറ്റുവാണെങ്കിൽ ഒരു 3 വട്ടമൊക്കെ നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എത്രത്തോളം നമ്മൾ ചെയ്യുന്നു അത്രത്തോളം നമ്മൾക്ക് അവിടുത്തെ മസിൽസ് നന്നായിട്ട് റിലാക്സ് ആയിട്ട് വേദനയ്ക്ക് നല്ലൊരു കുറവും കിട്ടുന്നതാണ്. ഇത് ഒരാൾക്ക് നല്ല ധാരാളം ആളുകൾക്ക് ഇതിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം നിങ്ങളിവിടെ നോക്കേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് ഉപ്പുറ്റിയിൽ ഇങ്ങനെ വേദനയ്ക്കുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വൈറ്റമിൻ ഡിയും ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വൈറ്റമിൻ ഡിയുടെ ലെവൽ ഇപ്പോൾ നന്നായിട്ട് കുറവാണ്, 30നും താഴേക്കാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടർമാരെ കണ്ട് അതിനനുസരിച്ചുള്ള ഒരു സപ്ലിമെന്റ് കൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും കാലിന്റെ ഉപ്പുറ്റിയിൽ വേദനയുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു എക്സസൈസ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.